എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മളൊരു ഫാമിലി കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ഫ്രൈഡ് റൈസ് ആണ്. റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതായത് അടുക്കളയിൽ അതിനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. പിന്നെ നമ്മൾ എന്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവർക്കും നോയമ്പാണ്. അപ്പോൾ കോളിഫ്ലവർ, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക്. ഇത് അത് അരി വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ വലിയ അരി ആട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ക്യാരറ്റ് ഇടുവാണ് ആദ്യം. ഓക്കെ. ബീൻസ് ഇടുവാണ്. ബീൻസ് കോളിഫ്ലവർ ചേർത്ത് ക്യാബേജ് ഇടാണ്. സോയാ സോസ് ഒഴിക്കുന്നത് കുറച്ചാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതെന്തിനാ ഒഴിക്കുന്നത്? ഒരു കളർ വ്യത്യാസം. ഓക്കെ, ചെറിയൊരു കളർ വ്യത്യാസത്തിന് വേണ്ടി ഒഴിക്കുന്നു. അടുത്തത് അതും ഒരു ഇച്ചിരി കമത്താണ്. അങ്ങോട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. ഇത് നന്നായിട്ട് നടക്കാം. അടുത്ത് ലേശം കുരുമുളക് പൊടി. ചോറിടുക കേട്ടോ. ചോറ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി എത്ര നേരം ഇരിക്കണം? ഇതിന്റെ ഇളക്ക് പോലെ ഇരിക്കും. നല്ലപോലെ ഇളക്കി ചേർക്കണം. മുട്ടയൊക്കെ കൊത്തിപ്പൊരിച്ചിടേണ്ടതാണ്. ഇവിടെ എല്ലാവർക്കും നോമ്പായത് കാരണം മുട്ടയൊന്നും ഇല്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇവിടെ എല്ലാവർക്കും നോമ്പായതുകൊണ്ട് മുട്ടയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളി നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇന്നലെ നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഇളക്കി വരുമ്പോൾ കളർ വ്യത്യാസം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സായി വരുമ്പോൾ ഇതുണ്ട് കളർ മാറി മാറി വരുന്നുണ്ട്. ആ സോയാ സോസും ടൊമാറ്റോ സോസിൻ്റെ കളർ കയറി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആർക്കും കഴിക്കാം. നെയ്യ് ചേരുന്നില്ല, അധികം എണ്ണ ചേരുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളറിയുന്നത്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം. എണ്ണയില്ല, അധികം എണ്ണയില്ല, നെയ്യില്ല. ഏത് ഷുഗർകാർക്കും കഴിക്കാം. ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് ഉണ്ട്. എണ്ണയില്ല. ഞാൻ ഓവർ ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല. നല്ലതാ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് വേണം പപ്പടം, സലാഡ്, അച്ചാർ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയാം. ചോറെടുത്ത് സലാഡ്, പപ്പടം, അച്ചാർ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടോ. സിമ്പിളായിട്ട് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാതെ വെജിറ്റബിൾ എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. എന്തായാലും നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ആ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് കയറി വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അതെ, അപ്പനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം.
അതെ അമ്മയാണ് ഉണ്ടാക്കിയത് എല്ലാം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് അമ്മയാണ്. അമ്മയോട് ചോദിക്കാം അഭിപ്രായം എങ്ങനെയുണ്ട്. അമ്മ പറയൂ. കുഴപ്പമില്ല. ഇവിടെ അപ്പച്ചൻ പറയൂ. അപ്പച്ചൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത്ര നേരം ക്യാമറ പിടിച്ചോണ്ടിരുന്ന അശ്വതിയുടെ അഭിപ്രായം ചോദിക്കാം. അശ്വതി കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് 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 നല്ലതാണോ? ഓക്കെ അപ്പോൾ നമ്മുടെ ചെറിയ ഓക്കെ അപ്പോൾ നമ്മുടെ ചെറിയ ഫുഡ് വയ്പ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ്. കുഞ്ഞപ്പനൊക്കെ താഴത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.